പാരടിപ്പാട്ട് അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന കാര്യത്തിൽ ആരാണ് ശ്രീ പിണറായി വിജയനെ ഉപദേശിച്ചത്? ആരെങ്കിലും പറഞ്ഞു കാണുമല്ലോ. അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിലെ ചില ചിത്രങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ധീരമായ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമോ കത്രിയോ വെക്കലോ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അനുമതി ഇല്ലെങ്കിലും സിനിമ പ്രദർശിപ്പിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അതോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമായിട്ട് ഒരു ചലച്ചിത്രം, അതും വിദേശ ചലച്ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ? ഇതിനൊക്കെയുള്ള ഉപദേശങ്ങൾ ആരാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത്? ഈ സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോ പത്മകുമാറിനെതിരായിട്ട് പാർട്ടി തല നടപടിയെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുക, ആവശ്യപ്പെട്ടിരിക്കുക. അത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു? അദ്ദേഹം അറസ്റ്റിലായപ്പോൾ, ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കേസ് വന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമായപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. അതിനെ പരിഹസിച്ചവരാ. പക്ഷെ പത്മകുമാറിനെതിരെ യാതൊരു നടപടികളും എടുത്തില്ല. ഇതൊക്കെ നേരത്തെ എടുത്തിരുന്നെങ്കിൽ പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി ആളുകൾ മനസ്സിലാക്കുമായിരുന്നു. CPM അക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നലെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അതുണ്ടായില്ല. എന്നിട്ട് ഇപ്പോഴാണ് നടപടിയെപ്പറ്റി ആലോചിക്കുന്നത്. ബ്രൂവറിക്കുള്ള ലൈസൻസ്, അവിടെ പ്ലാച്ചിമടയിലെ സമരത്തിന് മുമ്പിൽ നിന്ന ആളുകളാണ് CPM. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. ഇവിടെയും അത് തന്നെയാണുള്ളത്. അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പൊ അവിടെയാണ് വലിയ തോതിൽ ജലചൂഷണം നടക്കുന്ന ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നത്. അത് എന്തിനായിരുന്നു? ഈ തിടുക്കം എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിന്റെ പിന്നിൽ ആർക്കാണ് ഇത്ര വലിയ താല്പര്യം? MP രാജേഷ് എപ്പോഴും അതിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ എന്ന സംശയം അത് കേൾക്കുമ്പോൾ തോന്നിപ്പോകും. ഉണ്ടെന്ന് പറയുന്നില്ല, കാരണം അത് സംബന്ധിച്ച് നമുക്കൊരു ബോധ്യവുമില്ല. അപ്പൊ ഈ കോടതി വിധി വന്നതിന് ശേഷവും ഇതൊരു തിരിച്ചടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് MP രാജേഷ് രംഗത്തുണ്ട്. ഇപ്പോ അതാ ഗർഭിണിയായ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് തല്ലിയ ഒരു കേസ് ഇപ്പൊ പുറത്തു വന്നിരിക്കുക. 2024 നടന്നതാ. ഒരു പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ദൃശ്യം കേരളം മുഴുവൻ കണ്ടെന്നേ. മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന നാണക്കേട് അല്ലെങ്കിൽ പ്രതിച്ഛായ നഷ്ടം എത്രത്തോളമാണ്? ആകെ നാണം കെട്ടു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസ് വകുപ്പും ഒക്കെ. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നേരത്തെ പരാതി ഉള്ളതാ. അതൊക്കെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവർ വന്നിട്ടുള്ളതാ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ പോലീസ് കാര്യങ്ങൾ ഉപദേശിക്കുന്നവരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അത് കണ്ടിട്ടുണ്ടാവും. ഒരു നടപടിയും ഉണ്ടായില്ല. അതിപ്പോ പുറത്തു വന്നു. അവര് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. കോടതിയിൽ ആ കേസൊക്കെ ഉള്ളത് ഗവൺമെന്റിന് അറിയാവുന്നതല്ലേ. ആ ദൃശ്യങ്ങൾ അവർക്ക് നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ മാതൃകാപരമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ പ്രതിക്കൂട്ടി നിൽക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ഈ പാരടിപ്പാട്ട് ഉണ്ടാകുന്നത്. പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടാണ്. UDF ജയിച്ചു, വലിയ തോതിൽ ജയിച്ചു. LDFന് പരാജയം പറ്റി. ഈ ഒരു സാഹചര്യത്തിലും ആ പാട്ടിനെ കൊല്ലാനാണ് സർക്കാരിന്റെ നോട്ടം. അല്ലാതെ അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്തതിൽ എല്ലാവർക്കും വിഷമം. ഒന്ന് ആലോചിച്ചു നോക്കി. ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ പോലും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. IFFKയുടെ സിനിമയ്ക്ക് അനുമതി ആവിഷ്കാര സ്വാതന്ത്ര്യമാകും, സർഗാത്മക സ്വാതന്ത്ര്യമാകും. ഒന്ന് ആലോചിച്ച് ഒരു ഒരു ചെറിയ 12 വരിയുള്ള ഒരു സാധാരണ പാരടിപ്പാട്ടിനെ പേടിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി CPM, ഇത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കിയത്? 100 ഇരട്ടി ദോഷമാണ് ഉണ്ടാക്കിയത്. പാർട്ടിക്ക്, ഗവൺമെന്റിന് ചീത്തപ്പേരാണ്. ഇപ്പോ അതിന്മേൽ നടപടി വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ആ കേസ് വഴിവെപ്പിൽ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുക. ഈ പാരടി ഗാനം അയ്യപ്പന് എതിരാണെന്നും ഭഗവാനെ അധിക്ഷേപിക്കുന്നതാണെന്നും പറഞ്ഞ് ഒരു കേസ് കൊടുത്താൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമെന്ന് ആരാണ് ഈ സർക്കാരിനെ ഉപദേശിച്ചത്? ആരാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? അല്ലെങ്കിൽ ആരാണ് സാംസ്കാരിക മന്ത്രിയോട് പറഞ്ഞത്? നമ്മുടെ ചലച്ചിത്ര ഫെസ്റ്റിവല്, അക്കാദമിയുടെ ചെയർമാൻ സ്ഥലത്തില്ലാതെ ആ ഫെസ്റ്റിവല് മര്യാദയ്ക്ക് നടക്കുമെന്ന് ആരാണ് ഈ സർക്കാരിനെ ഉപദേശിച്ചത്? അദ്ദേഹത്തിന് നേരത്തെയുള്ള അസൈൻമെന്റ് ആണ്. നേരത്തെ ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നു. അവിടേക്ക് പോകുന്നവരുടെ മുഴുവൻ വിസയും അദ്ദേഹത്തിന്റെ പേരിലാണ്. അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി പറഞ്ഞ ന്യായങ്ങൾ ശരിയായിരിക്കാം. അങ്ങനെ ഒരാളെ തന്നെ അക്കാദമിയുടെ ചെയർമാൻ ആക്കണമെന്ന് സർക്കാരിന് എന്താ ഇത്ര നിർബന്ധം? വേറെ ചലച്ചിത്ര രംഗത്ത് എത്രയോ സമർത്ഥരായ ആളുകള്
ഇടതുപക്ഷ അനുഭവമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊരാളെ ആക്കിയാൽ പോരായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വെർച്വലായിട്ട് ഇടപെട്ടെന്ന്. വെർച്വലായിട്ട് ഇടപെട്ടാൽ ഫെസ്റ്റിവൽ മര്യാദയ്ക്ക് നടക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇവിടെ വന്ന് ന്യായം പറയാണ്. ഈ സിനിമകൾക്ക് അനുമതി നിഷേധിച്ച കാര്യത്തിൽ പോലും ചെയർമാനും മുഖ്യമന്ത്രിയും രണ്ട് തട്ടില്ല. മുഖ്യമന്ത്രിക്ക് അത് വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും സർഗാത്മക സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നമാണ്. പക്ഷേ റസൂൽ പൂക്കുട്ടി പറഞ്ഞത് രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം നിൽക്കത്തില്ലെന്നാണ്. ഇത് രാജ്യത്തിനെതിരാണെന്നാണ്. അതായത് ചില സിനിമകൾ വിദേശകാര്യ ബന്ധങ്ങളെയും രാജ്യത്തിന്റെ താല്പര്യങ്ങളെയും ഹനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇതിൽ പോലും ഒരു ഏകാഭിപ്രായം ഈ സർക്കാരിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മുന്നണി നന്നാക്കണം, തിരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള അബദ്ധ ഉപദേശങ്ങൾ നൽകുന്ന ഉപദേശികളെയാണ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് ഈ ഗവൺമെന്റ് ചിന്തിക്കണം, എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് താല്പര്യമുള്ളത് എന്താണ്. എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണോ, അവിടെ ബ്രൂവറി സ്ഥാപിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കണോ, ഏതിനാണ് പ്രയോറിറ്റി? അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ PR വർക്ക് കൊണ്ട് മാത്രം ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താൻ പറ്റും എന്ന് വിശ്വസിക്കരുത്. അങ്ങനെ കരുതിയിരിക്കരുത്. പകരം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യണം.